മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ 5 സീരീസിലെ 4ാമത്തെ എപ്പിസോഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ആവശ്യമായിട്ടുള്ള IT ആൻഡ് സൈബർ ലോയിലെ 5 വ്യത്യസ്ത ചോദ്യങ്ങളുമായിട്ടാണ്. നമുക്കറിയാം IT ആൻഡ് സൈബർ ലോ എത്ര പ്രാധാന്യമുള്ളതാണെന്ന്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കാം. Input and output device such as monitor and keyboard are classified as. Input and output devices such as monitor and keyboard are classified as dash. Options: arithmetic unit, control unit, peripheral devices, main store devices. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലെ ഈ പറയുന്ന മോണിറ്ററും കീബോർഡും എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രീവിയസ് ചോദ്യമാണ്. പെരിഫറൽ ഡിവൈസസ് ആണ്. ഓർത്തു വെച്ചോ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ടുള്ള മോണിറ്ററും കീബോർഡും എന്താണ്? പെരിഫറൽ ഡിവൈസസുകളാണ്. എന്താ? പെരിഫറൽ ഡിവൈസസ് ആണ്. നോക്കണേ, നമുക്കറിയാം ഇൻപുട്ടും ഔട്ട്പുട്ടും ഓക്കെ ആണല്ലോ. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. അതിൽ ഹാർഡ്വെയറിനകത്ത് നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഒരു വിവരം കൊടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ വിവരങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ആ ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസസ്. ഓക്കെ ആണല്ലോ. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് എന്തുവാ? ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളെ ഡേറ്റ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡേറ്റ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ആ ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസസ്. ഓക്കെ, കമ്പ്യൂട്ടർ തിരിച്ച് നമുക്ക് കുറേ വിവരങ്ങൾ ഇങ്ങോട്ട് തരും. അതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടാൻ സഹായിക്കുന്ന ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന വിവരങ്ങൾ ഡേറ്റ അല്ലേ, അത് ഇൻപുട്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഏതുവഴിയാണ്? ഔട്ട്പുട്ട് ഡിവൈസസ് വഴിയാണ്. പ്രധാനപ്പെട്ട ഇൻപുട്ടും ഔട്ട്പുട്ടും ഉപകരണങ്ങൾ മനസ്സിലാക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇൻപുട്ട് ഉപകരണം ഏത്, ഔട്ട്പുട്ട് ഉപകരണം ഏത്? അപ്പോൾ നോക്കണേ, ഈ തന്നിരിക്കുന്നത് എല്ലാം ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഈ പേരുകളെല്ലാം മനസ്സിൽ വെച്ചേക്കേണ്ടതാണ്. കാരണം ഇതൊക്കെ ഓപ്ഷന് ചോദിച്ചിട്ട് താഴെ പറയുന്നവയിൽ ഇൻപുട്ട് ഡിവൈസ് ഏത്, ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏത്, ഔട്ട്പുട്ട് ഡിവൈസ് ഏത്, ഔട്ട്പുട്ട് ഡിവൈസ് അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് ആണ് കീബോർഡ്, മൗസ്, സ്കാനർ, ലൈറ്റ് പെന്ന്, ജോയ്സ്റ്റിക്ക്, ട്രാക്ക് ബാൾ, ടച്ച് പാഡ്, ഡിജിറ്റലൈസർ, ഡിജിറ്റൽ ക്യാമറ, മൈക്രോഫോൺ, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ, QR റീഡർ, ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നിഷൻ, സ്പീച്ച് റെക്കഗ്നിഷൻ, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫൈഡ് റീഡർ, വെബ് ക്യാമറ, ഫിംഗർ പ്രിന്റ് റീഡർ. ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ ആണല്ലോ. കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ കൊടുക്കുന്ന ആ വിവരങ്ങളെയാണല്ലോ ഡേറ്റ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഡേറ്റ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്, ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരുകളൊക്കെ മനസ്സിൽ വെച്ചോണം. ഇതെല്ലാം ഈ 20 ഡിവൈസസും ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഡേറ്റ നമ്മൾ അങ്ങോട്ട് കൊടുത്തു, ഡേറ്റ പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കി നമുക്ക് തരുന്നു. ആ ഉപകരണങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസസിന്റെ പേരൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. VDU അഥവാ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അഥവാ മോണിറ്റർ. മോണിറ്ററിന്റെ മറ്റൊരു പേരാണ് VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. പ്രിന്റർ, പ്ലോട്ടർ, പ്രൊജക്ടർ, സ്പീക്കർ, ഹെഡ്ഫോൺ. ഇതെല്ലാം എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇൻപുട്ട് എന്ത്, ഔട്ട്പുട്ട് എന്ത്? ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിൾസ് എന്തൊക്കെ, ഔട്ട്പുട്ട് ഡിവൈസസിന് എക്സാമ്പിൾസ് ഏതൊക്കെ? ഇതൊക്കെ പഠിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നോക്കാം.
അടുത്തൊരു ചോദ്യമാണ്, ടു ടൈപ്പ് ഓഫ് മെമ്മറീസ് റാം ആൻഡ് റോം ആർ പാർട്ട് ഓഫ്. ഓപ്ഷൻസ് ബാക്കപ്പ് മെമ്മറി, മെയിൻ മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. നമുക്കറിയാം കമ്പ്യൂട്ടറിലെ മെമ്മറീസ്, കമ്പ്യൂട്ടർ മെമ്മറിയെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. മെയിൻ മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. എങ്ങനെയൊക്കെയാ? മെയിൻ മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും കമ്പ്യൂട്ടർ മെമ്മറിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, തിരിക്കാറുണ്ട്. മെയിൻ മെമ്മറിയുടെ മറ്റൊരു പേരാണ് പ്രൈമറി മെമ്മറി. മെയിൻ മെമ്മറിയുടെ മറ്റൊരു പേരെന്തുവാ? പ്രൈമറി മെമ്മറി. സെക്കൻഡറി മെമ്മറിയുടെ മറ്റൊരു പേരാണ് ഓക്സിലറി മെമ്മറി. ഓക്കെ ആണല്ലോ. സെക്കൻഡറി മെമ്മറിയുടെ മറ്റൊരു പേരാണ് ഓക്സിലറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ മെമ്മറീസ്, കമ്പ്യൂട്ടർ മെമ്മറിയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, മെയിൻ മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. മെയിൻ മെമ്മറിയുടെ മറ്റൊരു പേരാണ് പ്രൈമറി മെമ്മറി. മെയിൻ മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ് റാമും റോമും. മെയിൻ മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ് റാമും റോമും. പഠിച്ചു വെച്ചോ, റാമും റോമും എന്തിന് എക്സാമ്പിൾ ആണ്? മെയിൻ മെമ്മറിക്ക് ഉദാഹരണമാണ്. അപ്പോൾ the two type of memories RAM and ROM are part of ഉത്തരം മെയിൻ മെമ്മറി. ഓർത്തു വെച്ചോണം, റാമും റോമും മെയിൻ മെമ്മറിക്ക് ഉദാഹരണമാണ്. നോക്കണേ, മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, മെയിൻ മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. സെക്കൻഡറി മെമ്മറി എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് വരുന്ന ചോദ്യങ്ങളിലൊക്കെ ചർച്ച ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ആപ്പിൽ ലഭ്യമാണ്. നോക്കണേ, മെമ്മറി യൂണിറ്റ്. മെയിൻ മെമ്മറി റാമും റോമും. മെയിൻ മെമ്മറിയാണ് റാമും റോമും. ഓർത്തു വെക്കുക, മെയിൻ മെമ്മറി റാമും റോമും. സെക്കൻഡറി മെമ്മറി ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പിന്നെ വരുന്ന ചോദ്യങ്ങളിൽ പഠിക്കാം. ഇപ്പോൾ നമ്മൾ മെയിൻ മെമ്മറി ആയിട്ടുള്ള റാമിനെയും റോമിനെയും പറ്റി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളിലൂടെ ഒന്ന് ചർച്ച ചെയ്യാം. റാം, റാമിന്റെ പൂർണ്ണരൂപം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, റാൻഡം ആക്സസ് മെമ്മറി. പഠിച്ചു വെച്ചോ, റാമിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചാൽ റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. റാമിന്റെ പൂർണ്ണരൂപം റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. റോമിന്റെ പൂർണ്ണരൂപമാണ് റീഡ് ഓൺലി മെമ്മറി. റോമിന്റെ പൂർണ്ണരൂപം എന്തുവാ? റീഡ് ഓൺലി മെമ്മറി എന്നാണ്. റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. പഠിച്ചു വെച്ചേ, റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. എന്താണ് വോളറ്റൈൽ എന്ന് പറയുന്നത്? വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ താൽക്കാലിക മെമ്മറി. ഓക്കെ ആണല്ലോ. വോളറ്റൈൽ എന്ന് വെച്ചാൽ താൽക്കാലിക മെമ്മറി. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ പവർ ഓഫ് ആയി കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് ഏത് മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചതായിരിക്കണം? റാം മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചതായിരിക്കണം. റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പവർ ഓഫ് ആയി പോയി, അപ്പോൾ ആ കാര്യങ്ങൾ, അതിൽ വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി, ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. കാരണം ആ സമയത്ത് അത് താൽക്കാലികമായി മാത്രമായിരുന്നു സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള മെമ്മറിയെ വിളിക്കുന്ന പേരാണ് വോളറ്റൈൽ മെമ്മറി. വോളറ്റൈൽ മെമ്മറിയാണ് എന്തെന്ന് പറയുന്നത്? റാം, റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നതും എന്താണ്? റാം ആണ്. പഠിച്ചു വെച്ചേ, റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്ന മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് റാം ആണ്. റാമിന് എക്സാമ്പിൾ ആണ് എസ് റാമും ഡി റാമും. റാമിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എസ് റാമും ഡി റാമും. സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി എന്നും ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്നുമാണ് അതിന്റെ പൂർണ്ണരൂപങ്ങൾ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. എസ് റാം എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി, ഡി റാം എന്ന് വെച്ചാൽ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് റോമുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കിയേ. റീഡ് ഓൺലി മെമ്മറി എന്നറിയപ്പെടുന്ന മെമ്മറിയാണ് റോം. റീഡ് ഓൺലി മെമ്മറി, റീഡ് ഓൺലി മെമ്മറി എന്നറിയപ്പെടുന്നത് റോമാണ്. അപ്പൊ റോമിന്റെ പൂർണ്ണരൂപമാണ് റീഡ് ഓൺലി മെമ്മറി. റോം എന്ന് പറയുന്ന ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. റോം എന്താണ്? ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. എന്ന് വെച്ചാൽ സ്ഥിരമായ മെമ്മറി. അതിലെ ഡേറ്റാസ് ഒന്നും അങ്ങനെ നഷ്ടപ്പെടത്തില്ല, സ്ഥിര മെമ്മറിയാണ്.
നേരത്തെ റാമിൻ്റെ കേസിൽ വോളറ്റൈൽ ആയിരുന്നു, റോമിൻ്റെ കേസിൽ നോൺ വോളറ്റൈലാണ്. നോൺ വോളറ്റൈൽ പഠിച്ചു വെച്ചോണേ. ബൂട്ടിംഗ് മെമ്മറി എന്നറിയപ്പെടുന്ന മെമ്മറിയാണ് റോം. ബൂട്ടിംഗ് മെമ്മറി എന്നറിയപ്പെടുന്ന മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ അത് റോമാണ്. എന്താണ് ബൂട്ടിംഗ്? ഒരു കമ്പ്യൂട്ടർ ഓഫായി അത് ഓണായി വരുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബൂട്ടിംഗ്. ഒരു ഓഫായിരിക്കുന്ന കമ്പ്യൂട്ടർ അത് ഓണായി വരുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബൂട്ടിംഗ് ഓണായി വരുന്ന ആ ഒരു പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ അതിനകത്ത് ഓരോ രീതികളായിട്ടില്ലേ, ഓരോ സ്ക്രീനുകളായിട്ട് വരാറുണ്ട്. അത്തരത്തിൽ ആ ഒരു പ്രോസസ്സ് അതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏത് മെമ്മറിയിലാണെന്ന് ചോദിച്ചാൽ റോമിലാണ്. റീഡ് ഒൺലി മെമ്മറിയിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ മെയിൻ മെമ്മറികളായിട്ടുള്ള റാമും റോമിനെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ISP സ്റ്റാൻഡ്സ് ഫോർ. ISP സ്റ്റാൻഡ്സ് ഫോർ. IT-യെ സംബന്ധിച്ച് അബ്രീവിയേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്, ചുരുക്കെഴുത്തുകൾ, അതിൻ്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. ISP എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഓർത്തു വെച്ചോണം, ISP-യുടെ പൂർണ്ണ രൂപമാണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. പഠിച്ചു വെച്ചേ, ISP-യുടെ പൂർണ്ണ രൂപമാണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ISP-യുടെ പൂർണ്ണ രൂപം ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഈ കൊടുത്തിരിക്കുന്ന അബ്രിവേഷൻസ് എല്ലാം PSC ചോദിച്ചിട്ടുള്ളതാണ്. WWW-ന്റെ പൂർണ്ണ രൂപമാണ് വേൾഡ് വൈഡ് വെബ്. WWW വേൾഡ് വൈഡ് വെബ്. URL-ന്റെ പൂർണ്ണ രൂപമാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, URL. FTP-യുടെ പൂർണ്ണ രൂപമാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. FTP-യുടെ പൂർണ്ണ രൂപം എന്തുവാ? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTP-യുടെ പൂർണ്ണ രൂപമാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTML-ന്റെ പൂർണ്ണ രൂപമാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML-ന്റെ പൂർണ്ണ രൂപമാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, WWW വേൾഡ് വൈഡ് വെബ്, URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അടുത്ത നോക്കണേ, നാലാമത്തെ ചോദ്യം. ദ നമ്പർ ഓഫ് ഫങ്ഷണൽ കീ ഇൻ കീബോർഡ്. നമുക്കറിയാം കീബോർഡ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണോ ഔട്ട്പുട്ട് ഡിവൈസ് ആണോ? അറിയാം അല്ലേ? ഈ പറയുന്ന കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കീബോർഡ്. കീബോർഡ് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. കീബോർഡിൽ എത്ര ഫങ്ഷണൽ കീ ഉണ്ടെന്നാണ് ചോദ്യം. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ദ നമ്പർ ഓഫ് ഫങ്ഷണൽ കീസ് എത്രയാണെന്ന് ചോദിച്ചാൽ F1 മുതൽ F12 വരെ ഫങ്ഷണൽ കീസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷണൽ കീസ് എത്രയാണെന്ന് ചോദിച്ചാൽ 12 ആണ്. അപ്പോൾ കീബോർഡിൽ ഒരു ഫങ്ഷണൽ കീകളുടെ എണ്ണം എത്ര? 12 എണ്ണം. F1 മുതൽ F12 വരെയാണ് ഫങ്ഷണൽ കീ ഉള്ളത്. നോക്കണേ, കീബോർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. കീബോർഡ് ഈസ് എ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് പ്രാഥമിക ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്ന ഉപകരണമാണ് കീബോർഡ്. അപ്പോൾ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസോ? അത് മോണിറ്റർ. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് കീബോർഡ്, പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്റർ ആണ്. ഇൻവെന്റഡ് ബൈ ക്രിസ്റ്റഫർ ഷൂൾസ്. പഠിച്ചു വെച്ചോ, കീബോർഡ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റഫർ ഷൂൾസ് ആണ്. എത്ര ഫങ്ഷണൽ കീസ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? 12 ഫങ്ഷണൽ കീ ആണ്. F1 മുതൽ F12 വരെ ഫങ്ഷണൽ കീസ് ഉണ്ട്. കീബോർഡിൽ ലോങ്സ്റ്റ് കീ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്പേസ് ബാർ ആണ്. ഏറ്റവും വലിയ കീ, ഒരു കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാണെന്ന് ചോദിച്ചാൽ സ്പേസ് ബാർ ആണ്. അതുപോലെ തന്നെ ഒരു കീബോർഡിൽ ഇടത്തെ അറ്റത്ത് ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന കീ ഏതാണെന്ന് ചോദിച്ചാൽ എസ്കേപ്പ് കീ ആണ്. ഒരു കീബോർഡിൽ മുകളെ അറ്റം, ലെഫ്റ്റ് സൈഡിൽ മുകളിൽ അറ്റം കാണപ്പെടുന്ന കീ ഏതാണെന്ന് ചോദിച്ചാൽ എസ്കേപ്പ് കീ ആണ്. ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം. വാട്ട് ഈസ് ദ അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് IT ആക്ട് 2000? ഇപ്പോൾ IT ആക്ടിലെ അല്ലെ, ഈ പറയുന്ന IT എന്ന് പറയുന്ന സിലബസിനകത്ത് സൈബർ ലോ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ
അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് IT ആക്ട് 2000 ചോദിച്ചതാണ്. അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് IT ആക്ട് 2000. IT ആക്ട് 2000 അപ്ഡേറ്റഡ് വേർഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് IT ആക്ട് 2008 ആണ്. പഠിച്ചു വെച്ചോണം. അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് IT ആക്ട് 2000 എന്ന് പറയുന്നത് IT ആക്ട് 2008 ആണ്. നോക്കണേ, എന്താണ് IT ആക്ട്? നമുക്കറിയാം IT ആക്ട് ഇൻഫർമേഷൻ ടെക്നോളജീസ് ആക്ട്. ക്ലിയർ? നമ്മുടെ ഈ പറയുന്ന കമ്പ്യൂട്ടർ കുറ്റകൃത്യങ്ങളുമായി ഇന്ത്യയിൽ നടപ്പാക്കുന്ന ഒരു നിയമമാണ് IT ആക്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് സൈബർ ലോ ഇൻ ഇന്ത്യ, അല്ലെ ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ലോ ഏതാണെന്ന് ചോദിച്ചാൽ IT ആക്ട് 2000 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ IT ആക്ട് 2000 ആണ്. ഇൻഫർമേഷൻ ടെക്നോളജീസ് ആക്ട് എന്നും ഇന്റർനെറ്റ് ആക്ട് എന്നും കമ്പ്യൂട്ടർ ആക്ട് എന്നും ഒക്കെ അറിയപ്പെടുന്നത് എന്താണ്? IT ആക്ട് ആണ്. IT ആക്ടിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാ? ഇൻഫർമേഷൻ ടെക്നോളജീസ് ആക്ട്, ഇന്റർനെറ്റ് ആക്ട്, കമ്പ്യൂട്ടർ ആക്ട്. IT ആക്ട് ഇനാക്ട് ചെയ്തത് 2000 ജൂൺ 9. ഡേറ്റ് പഠിച്ചോണം. IT ആക്ട് എന്നാണ് ഇനാക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, എന്നാണ് പാർലമെന്റ് പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ 2000 ജൂൺ 9 ആണ്. എന്നാൽ അത് നിലവിൽ വന്ന ഡേറ്റ് കൂടെ ഓർത്തു വെച്ചോണം. ഉറപ്പായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 2000 ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17 പിന്നീട് അത് അമെൻമെന്റ് ചെയ്തു. അതാണ് IT ആക്ട് 2008. IT ആക്ട് അമെൻഡ് ചെയ്തത്, IT ആക്ട് 2000 അമെൻഡ് ചെയ്ത വർഷം 2008. അതുകൊണ്ടാണ് നേരത്തെ ചോദ്യത്തിൽ അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് IT ആക്ട് 2000 എന്ന് ചോദിച്ചാൽ IT ആക്ട് 2008 ആണ്. IT ആക്ട് 2008 വാസ് ഇനാക്റ്റഡ് ഓൺ 2008 ഡിസംബർ 23. ആ IT ആക്ട് 2008 നിലവിൽ വന്നതും ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ് 2009 ഒക്ടോബർ 27. 2009 ഒക്ടോബർ 27 ഈ പറയുന്ന IT ആക്ട് 2008 നിലവിൽ വന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ IT സൈബർ ലോയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 5 വ്യത്യസ്ത ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതുപോലെ ഓരോരോ സീരീസുമായിട്ട് നമ്മൾ ഇനിയും ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതായിരിക്കും. നന്ദി.